പ്രത്യേകിച്ച് വീടുകളിലൊക്കെ സിറ്റ് ഔട്ടിലേക്കൊക്കെ നായ കയറിയിട്ടിരിക്കും. നായ കയറും. അപ്പോൾ എന്ത് ചെയ്യണം? മണ്ണിട്ട് കഴുകണം. ഇത് ഇനി മണ്ണിട്ട് കഴുകുകയാണെങ്കിൽ എത്ര ദിവസം കഴുകും? ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് ആൾക്കാരുടെ സംശയം. നല്ലൊരു സംശയമാണത്. കാരണം എന്താ? ഈ നായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതെങ്ങനെയാണ് നമ്മൾ വൃത്തിയാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഹദീസ് സ്വഹീഹായ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. കാനത്തിൽ കിലാബു ഫി അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു ഫിൽ മസ്ജിദ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ നായകൾ കയറാറുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിലല്ല, എവിടെ കയറാറുണ്ടായിരുന്നു? പള്ളിയിൽ നായകൾ കയറാറുണ്ടായിരുന്നു. കാരണം അവരുടെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ നമുക്ക് 2 ഡോറും 3 ഡോറൊന്നുമില്ല. അപ്പോൾ ആ പള്ളിയിലേക്ക് നായകൾ കയറാറുണ്ടായിരുന്നു. മണ്ണായിരുന്നു, അപ്പോൾ താഴെ മണ്ണായിരുന്നു. നായകൾ കയറാറുണ്ടായിരുന്നു. വകാനു ലാ യറുഷൂന അലാ ദാലിക ഷൈഅൻ. അവരതിൻ്റെ മുകളിൽ ഒന്നും കൊടയാറ് പോലും ഉണ്ടായിരുന്നില്ല. വെള്ളം കൊടയാന്നുള്ള ഇതുപോലും അവർ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം നായ കയറി, നായ നടന്ന്, ചില ആളുകൾ, എനിക്ക് ഈ അടുത്തൊരു ഒരാൾ ചോദിച്ചത് എന്താ വെച്ചാൽ വസ്വാസ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയമാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ പോവുകയായിരുന്നു. ഞങ്ങളുടെ അരികിലൂടെ ഒരു നായ പോയി. അങ്ങനെ എനിക്ക് ഡൗട്ട്, അഥവാ അവർക്ക് ഡൗട്ട്. എന്നിട്ട് കഴുകി കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇത് മാറുന്നില്ല. അവസാനം എനിക്ക് നിസ്കരിക്കാൻ വരെ പറ്റുന്നില്ല. എന്താ ചെയ്യാം? നായയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും ഫലിയഗ്സിൽഹു 7 മറാത്തിൻ ഊലാഹുന്ന ബിത്തുറാബ്. നായ നിങ്ങളുടെ പാത്രത്തിൽ തലയിട്ടാൽ നിങ്ങൾ 7 തവണ കഴുകണം. അതിലൊരു തവണ മണ്ണ് കൊണ്ടായിരിക്കണം. ഇതിൽ ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞത് അത് പാത്രത്തിന് മാത്രമേ ബാധകമുള്ളൂ. കാരണം എന്താ? പാത്രമല്ലാത്ത സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട്. അത് നായ തൊടാനും നായ നക്കാനും അതേപോലെ തന്നെ നായ കടിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. കാരണം അന്നും നായയുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ അവർ പറഞ്ഞു ഇത് പാത്രത്തിനെ ബാധകമുള്ളൂ, ഇത് പാത്രത്തിനെ ബാധകമുള്ളൂ. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു നായ അത് നക്കുകയോ അതിൻ്റെ ഉമിനീര് ആകുന്ന രൂപത്തിൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യേണ്ടുള്ളൂ? ഈ പറഞ്ഞ കഴുകേണ്ടുള്ളൂ. അത് കണ്ടാൽ, അതുണ്ട് എന്ന് സംശയിച്ച് ചെയ്യാൻ പാടില്ല. അത് വസ്വാസാണ്. അതേപോലെ തന്നെ നായ ഒരു സ്ഥലത്ത് കൂടെ നടന്നുപോയി, അവിടെ കഴുകുക ഇല്ല, അങ്ങനൊന്നും ഇല്ല, ശറഅയിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിൻകാലത്ത് ചില ആളുകൾ വരും, യഅ്തദൂന ഫി ദുആഇ വത്വഹാറ. പ്രാർത്ഥനയുടെ വിഷയത്തിലും അതുപോലെ തന്നെ ശുദ്ധിയുടെ വിഷയത്തിലും അവർ അതിരു കവിയും. അതിരു കവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിനേക്കാളും അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്യും, മുബാലഗത്ത്. അങ്ങനെ വരുമ്പോൾ വസ്വാസ് വരും. അങ്ങനെ ഇല്ല. അപ്പോൾ നായ സിറ്റൗട്ട് കയറിയാൽ അവിടെ മണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒരു വെള്ളമൊഴിച്ച് ഇതാക്കുക എന്നല്ലാതെ അവിടെ ഒരു പ്രശ്നം. നിങ്ങളായിക്കൂടെ നടന്നു പോയി, എന്നിട്ട് ചില ആളുകൾ അവിടെ വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ വെള്ളം പിന്നെ അതും വസ്വാസ്. പിന്നെ ആ വെള്ളം ആയോടത്ത് പിന്നെ ചവിട്ടാൻ പറ്റും, അത് ചവിട്ടി എടുത്ത് ഇങ്ങനെ ഇത് കഴുകിക്കൊണ്ടേ ഇരിക്കുക. ഇതെന്നാ അവസാനിക്കുക? അങ്ങനൊന്നും ഇല്ല, അങ്ങനൊരു സംഭവമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിൽ ഒരാൾ വന്നിട്ട് മൂത്രമൊഴിച്ചു. അപ്പോൾ സഹാബത്ത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് എഴുന്നേറ്റു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കി, അയാൾ ഇടങ്ങേറാക്കല്ല, അയാൾ കഴിഞ്ഞോട്ടെ, അത് മൂത്രം ഒഴിച്ചില്ലേ, ഒഴിച്ച് തീരട്ടെ. എന്നിട്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു, പള്ളിയിൽ നമ്മളിത് ചെയ്യാൻ പാടില്ല, ഇത് പള്ളിയാണ്, നിസ്കരിക്കാനുള്ള സ്ഥലം, ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് അയാളോട് നല്ലൽക്ക് പറഞ്ഞു കൊടുത്തു. മസാജിദ് ഇതിനു വേണ്ടിയുള്ളതല്ല. അപ്പോൾ അയാളൊരു സാധാരണക്കാരനാണ്, അയാൾക്കറിയില്ല. പിന്നെ അയാൾ എന്ത് ചെയ്തു, അങ്ങനെ നിർവഹിച്ചതാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, അരീഖു അല ബൗലിഹി ദനൂബൻ മിനൽ മാ. നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ പറഞ്ഞാണ്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ പറഞ്ഞു. അതോടുകൂടിയേ കഴിഞ്ഞു. അവിടെയുള്ള മണ്ണ് കോരി എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വേറെ മണ്ണവിടെ കൊണ്ടുപോയിടാനൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും സംഭവമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നജാസത്ത് അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ത്വഹാറത്തായി. അപ്പോൾ നായൻ്റെ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നായ നമ്മൾ നക്കുന്നത് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് അത് സാധാരണ കഴുകിയാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി സൂക്ഷ്മത ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് 7 തവണ എന്ത് ചെയ്യുക, കഴുകാം. ഈ 7 തവണ കഴുകൽ എന്തിനു മാത്രമേ ഉള്ളൂ? പാത്രത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇമാമിങ്ങളും പണ്ഡിതന്മാരും അതും
ഉണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞതുകൊണ്ട്. കാരണം അല്ലാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തും ഉണ്ട്, വസ്ത്രമുണ്ട്, മറ്റുള്ളതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇദാ വലഗ, തലയിട്ടാൽ, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദിക്കും, നിങ്ങളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ ചില ആളുകളുടെ കൂട്ടത്തിലുള്ള ഈ നായ്ക്കൾ ചിലപ്പോൾ നമ്മുടെ ദേഹത്തോടൊക്കെ ടച്ച് ചെയ്യാനൊക്കെ വരില്ല, അങ്ങനെ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നായ നക്കിയിട്ടില്ല, നായൻ്റെ ദേഹം നമ്മളുടെ വസ്ത്രത്തിൽ മറ്റോ തട്ടിയിട്ടുള്ളൂ, ഒന്നുമില്ല. അതുകൊണ്ടാണ് നായ പള്ളിയിൽ കയറി കിടക്കാറുണ്ടായി, അവരൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അവർ നിസ്കരിക്കുന്ന സ്ഥലം ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ഈ തക്കാഫുൽ അല്ലേ, അത് ചെയ്യാൻ കുറച്ച് പൈസ ആവശ്യമുണ്ടല്ലോ. കുറേ ആളുകളൊക്കെ അതിൻ്റെ ചുവട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഉള്ള ഫണ്ടൊക്കെ എങ്ങനെയാണ്? അവർക്കുള്ള റെമ്യൂണറേഷൻ അതിന് കൊടുക്കാം. അവർക്കുള്ള റെമ്യൂണറേഷൻ അത് ആ മൊത്തം പൈസ അല്ല, അവർക്കുള്ള ആ സംവിധാനം. ഇപ്പോൾ തക്കാഫുൽ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സംവിധാനം നടന്നു പോകാൻ ആവശ്യമായ ചില എക്സ്പെൻസസ് അതിൽ നിന്ന് നൽകും.